കുറച്ചധികം നാളുകളായി ശരിക്കും പറഞ്ഞാൽ ദളപതി വിജയ് സിനിമയിൽ നിന്ന് ഇലക്ഷനിലേക്ക് പോയതിന് ശേഷം കൂടുതലും കേൾക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ദളപതി വിജയുടെ ബന്ധം വേർപെടുത്തുന്നു, സംഗീത ഡിവോഴ്സ് നോട്ടീസ് അയച്ചു, അതിലൊരു നടിയുടെ പേരുണ്ട് എന്ന വാർത്ത. ഈ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതൊക്കെ സത്യം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നടിയുടെ പേരിലുണ്ടായ പ്രശ്നം എത്രമാത്രം സത്യമാണ് എന്ന് ആർക്കും അറിയില്ല എന്നതാണ് കാര്യം. ഇപ്പോൾ ഇന്നാണ് വിജയുടെയും സംഗീതയുടെയും കേസിൻ്റെ വിധി പറയുന്ന ദിവസം എന്നിരിക്കെ എന്തായിരിക്കാം ഒരുപക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നത്. ഓരോ തവണയും ഈ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്ത ഇത് പെട്ടെന്ന് മാറുകയും ചെയ്യുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു. ആരാധകർക്ക് വളരെയധികം സ്നേഹമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, മറിച്ച് പ്രേക്ഷകർ സംഗീതയും വിജയും ഒന്നിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പല സൂചനകളും വെളിപ്പെടുത്തുന്നതും അതുതന്നെയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് വിജയും സംഗീതയും തമ്മിൽ വേർപിരിയില്ല എന്നും അദ്ദേഹത്തിൻ്റെ അമ്മ ഇക്കാര്യം സംസാരിക്കാനായി സംഗീത അരികിലേക്ക് പോയിട്ടുണ്ടെന്നും അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തായാലും സംഗീത ഇക്കാര്യങ്ങൾക്കൊക്കെ തന്നെയും കൂടെ നിൽക്കുന്നുണ്ടാകും എന്നും പറയുന്നു. നടിയുടെ പേര് ഇടയ്ക്ക് കേട്ടത് പെടും സങ്കല്പമാണ് എന്നും അത് തെറ്റായ ധാരണയാണ് എന്നും സംഗീത പറഞ്ഞ് വിജയുടെ അമ്മ രേഖപ്പെടുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നടിയുടെ പേരിൽ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുകൂടി അമ്മ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ മകൻ്റെ ജീവിതം, അതായത് മകൻ്റെ ദാമ്പത്യ ജീവിതം തിരികെ കൊണ്ടുവരാൻ അമ്മ തന്നെയാണ് അവതരിച്ചതെന്ന് പറയുന്നു. പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത് തന്നെയാണ്. വിജയ് സംഗീത വിഷയത്തിൽ പലപ്പോഴായി പലരും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയം കൂടിയാണിത്. വിജയ് സംഗീത വിഷയം പലപ്പോഴും പലരെയും ഉറക്കം കെടുത്തിയിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ന് പറയാം. അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് വിജയ് ഇലക്ഷന് നിൽക്കുന്നുവെന്നും പാർട്ടിയിലേക്ക് വരുന്നുവെന്നും പറഞ്ഞത്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പാർട്ടിയിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ അത് സംഗീതയെ ബാധിച്ചതേയില്ല. പക്ഷേ പിന്നീട് സംഗീത ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കുകയും വിജയുടെ ക്യാമ്പയിൻ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. അത്രയേറെ വിരോധം എന്തിനാണ് എന്നാണ് പ്രേക്ഷകർ എല്ലാവരും പിന്നീട് ചോദിച്ചത്. അതുമാത്രമല്ല, മക്കളെ മാറ്റി നിർത്തുകയും മക്കൾ ഉൾപ്പെടെ അച്ഛൻ്റെ പേര് ഇല്ലാതെ ഇൻസ്റ്റഗ്രാം ID ഉപയോഗിക്കുകയും ചെയ്തത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ തന്നെ പിടിവരുകയും അതവർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന വാർത്തയെ ഇത് മാറുന്നു. കാരണം വിജയും സംഗീതയും ജീവിതത്തിൽ ഒരുമിക്കുക എന്നത് തന്നെയാണ് എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു യഥാർത്ഥ വിഷയവും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഒരിക്കലും അതവർ വയർവിരിയുന്ന രീതിയിലേക്ക് പോകില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റെടുക്കാൻ പറ്റുന്നുള്ളതും വിജയോടുള്ള സ്നേഹം കൊണ്ടും വിജയും സംഗീതയും ഒരുമിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണെന്ന് കൂടി പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.